എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് കീഴിൽ വരുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് ജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് മാനേജേഴ്സ് ആൻഡ് ജൂനിയർ എക്സിക്യൂട്ടീവ്സ് ആണ്. വിവിധ ഡിസിപ്ലിൻസിലാണ് വേക്കൻസി ഉള്ളത്. ഏതൊക്കെ പോസ്റ്റുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. മാനേജർ എഞ്ചിനീയറിംഗ് സിവിൽ 145 വേക്കൻസി, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ 16 വേക്കൻസി, ഫിനാൻസ് 34 വേക്കൻസി, ഇൻഫർമേഷൻ ടെക്നോളജി 5 വേക്കൻസി, ആർക്കിടെക്ചർ 4 വേക്കൻസി, ലോ 2 വേക്കൻസി, ഫയർ സർവീസസ് 14 വേക്കൻസി, ഓപ്പറേഷൻസ് 28 വേക്കൻസി, കൊമേഴ്ഷ്യൽ 9 വേക്കൻസി, കോർപ്പറേറ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് 1 വേക്കൻസി, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് 2 വേക്കൻസി. ഇത്രയും മാനേജർ പോസ്റ്റുകളാണ് വരുന്നത്. ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് നോക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് 36 വേക്കൻസി, ലോ 6 വേക്കൻസി, ഓപ്പറേഷൻസ് 79 വേക്കൻസി, സർവേ ആൻഡ് കാർട്ടോഗ്രഫി 8 വേക്കൻസി. അപ്പോൾ ഈ 15 തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. PWBD കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ എന്താണെന്ന് നോക്കാം. മാനേജർ എഞ്ചിനീയറിംഗ് സിവിൽ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ സിവിലാണ് വേണ്ടത്. കൂടാതെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് 3 years ഇൻ ദ ഫീൽഡ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആവശ്യമാണ്. അടുത്തത് മാനേജർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഇലക്ട്രിക്കലാണ്. ഇവിടെയും 3 year എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് മാനേജർ ഫിനാൻസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ചാർട്ടേഡ് ഫിനാൻഷ്യൽ ആനലിസ്റ്റ്. ഇതാണ് യോഗ്യത വരുന്നത്. ഇവിടെയും 3 year വർക്ക് എക്സ്പീരിയൻസ് വേണം ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിത്ത് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ERP സച്ച് ആസ് SAP ഫോർ ഓട്ടോമേഷൻ ആൻഡ് ഫിനാൻഷ്യൽ പ്രോസസ്സിംഗ്. അടുത്ത പോസ്റ്റ് മാനേജർ IT ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ IT ഓർ ഇലക്ട്രോണിക്സ് ആണ്. ഇതല്ലെങ്കിൽ MCA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെയും 3 year എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഡാറ്റാ സെൻറ്റർ ഓപ്പറേഷൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് എക്സ്പീരിയൻസ് ഓർ ERP മാനേജ്മെൻറ്റ് ആൻഡ് administration or data analytics or software application developer as team lead or web development and maintenance experience as team lead. അടുത്ത പോസ്റ്റ് മാനേജർ ആർക്കിടെക്ചർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. 3 year എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് മാനേജർ ലോ ആണ്. പ്രൊഫഷണൽ ഡിഗ്രി ഇൻ ലോ ആൻഡ് എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ് ആണ് വേണ്ടത്. ഇവിടെയും 3 year എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് മാനേജർ ഫയർ സർവീസസ് ആണ്. ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ ഫയർ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. 3 year എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് മാനേജർ ഓപ്പറേഷൻസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ആൻഡ് ഫുൾ ടൈം റെഗുലർ MPA ഓഫ് 2 year ഡ്യൂറേഷൻ ആണ്. ഇതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇവിടെയും 3 year എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ ഫീൽഡ് ഓഫ് എയർപോർട്ട് ഓപ്പറേഷൻസ്. അടുത്ത പോസ്റ്റ് മാനേജർ കൊമേഴ്ഷ്യൽ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ആൻഡ് MBA ഉണ്ടായിരിക്കണം വിത്ത് മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. ഇവിടെയും 3 year എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ലീസിംഗ് ഓർ കോൺട്രാക്ട് ആൻഡ് പ്രൊക്യൂർമെൻറ്റ്. അടുത്ത പോസ്റ്റ് മാനേജർ കോർപ്പറേറ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് PG ഇൻ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇവിടെയും 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് മാനേജർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം ഓർ ലിറ്ററേച്ചർ ആൻഡ് PG ഡിഗ്രി ഓർ ഫുൾ ടൈം ഡിപ്ലോമ ഓഫ് 2 ഇയേഴ്സ് ഇൻ ജേർണലിസം ഓർ മാസ് മീഡിയ ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെയും 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ നോക്കാം. ഫിനാൻസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ആണ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രൊഫഷണൽ ഡിഗ്രി ഇൻ ലോ ആൻഡ് എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ് ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ആൻഡ് MBA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് മതി. ഇവിടെയും എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് സർവേ ആൻഡ് കാർട്ടോഗ്രഫി ആണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ സിവിൽ ഓർ മാസ്റ്റേഴ്സ് ഇൻ സയൻസ് ഇൻ ജിയോഗ്രഫി ഓർ മാസ്റ്റേഴ്സ് ഇൻ റിമോട്ട് സെൻസിങ് ആൻഡ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ജിയോ ഇൻഫർമാറ്റിക്സ് ഓർ മാസ്റ്റേഴ്സ് ഇൻ ജിയോമെറ്റിക്സ് ആണ്. ഇവിടെയും എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ വരുന്നത്. ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഓരോ ഡിഗ്രിയുടെയും പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണ്ടത് മിനിമം പാസ് മാർക്കാണ്. പ്രായപരിധി മാനേജർ പോസ്റ്റുകളിൽ 32 വയസ്സ് വരെയും ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ 27 വയസ്സ് വരെയാണ്. ഇത് കൂടാതെ SC STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിലിളവുണ്ട്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. PWBD കാറ്റഗറിക്ക് 10 വയസ്സിൻ്റെ ഇളവുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നും പ്രായത്തിൽ ഇളവുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 8 മുതലാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 7 ആണ്. ശമ്പളം വരുന്നത് മാനേജർ പോസ്റ്റുകളിൽ 60,000 തൊട്ട് 1,80,000 വരെയും ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ 40,000 തൊട്ട് 1,40,000 വരെയുമാണ് ശമ്പളം ലഭിക്കുന്നത്. ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. സിലബസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാനേജർ ഫയർ സർവീസസ് പോസ്റ്റുകളിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റും ഉണ്ടായിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. കൂടെ 1 സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി ഉണ്ടായിരിക്കണം. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്, www.aai.aero. ഈ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും, നോട്ടിഫിക്കേഷൻ കിട്ടും. അതുവഴി ആപ്ലിക്കേഷൻ എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ട് ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും കാസ്റ്റ് സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST PWBD കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ഇനിയും സമയമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.